കാസർഗോഡ് കുമ്പളയിലെ അഭിഭാഷകയുടെ വീട്ടിലെ കവർച്ച. കുപ്രസിദ്ധ മോഷ്ടാവ് കർണാടക സ്വദേശി കലന്തർ ഇബ്രാഹിം പിടിയിലായിരിക്കുന്നു. ഇയാൾ ക്ഷേത്ര കവർച്ച ഉൾപ്പെടെ 25 കേസുകളിൽ പ്രതിയാണ്. സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, മോഷണം നടത്തി അതിനുശേഷം എങ്ങനെയാണ് ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്? പ്രതിയുടെ പശ്ചാത്തലം, ചരിത്രം നോക്കുമ്പോൾ കുപ്രസിദ്ധ കുറ്റവാളിയാണ് എന്നുകൂടി പോലീസ് ഉറപ്പിക്കുകയാണ്. കുപ്രസിദ്ധ കുറ്റവാളി തന്നെയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. കലന്തർ ഇബ്രാഹിം എന്ന കർണാടക സ്വദേശിയാണ് ഇന്ന് രാവിലെയോടുകൂടി കുമ്പള പോലീസ് പിടികൂടുന്നത്. ഇയാൾ മുൻപും കേരള കർണാടക അതിർത്തി പ്രദേശങ്ങളിൽ വ്യാപകമായി പലതവണ മോഷണ ശ്രമങ്ങൾ നടത്തുകയും നിരവധി മോഷണങ്ങൾ നടത്തുകയും ചെയ്ത ഒരാളാണ്. അതോടൊപ്പം തന്നെ നിരവധി ക്ഷേത്ര കവർച്ചകളും നടത്തിയിട്ടുണ്ട്. അതിനു മുൻപ് ബാങ്കിലടക്കം ഇത്തരത്തിൽ വലിയൊരു ശ്രമമടക്കം നടത്തിയ സംഘത്തിലെ പ്രധാനിയാണ് എന്നുള്ള വിവരങ്ങളാണ് ഒടുവിൽ പുറത്തു വരുന്നത്. 25ഓളം കേസുകളാണ് നിലവിൽ ഇയാളുടെ പേരിലുള്ളത്. ജില്ലയിൽ തുടർച്ചയായി ആ രീതിയിലുള്ള മോഷണങ്ങൾ നടന്നതിനെ തുടർന്ന് കലന്തർ ഇബ്രാഹിം അടക്കമുള്ള പ്രസിദ്ധ മോഷ്ടാക്കളെയൊക്കെ തന്നെ പോലീസ് രഹസ്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കലന്തറിനെ പോലീസിന് വരയിലാക്കാൻ സാധിച്ചത്. 2024 നവംബർ 4 ഇതിനു മുൻപ് ഇതുപോലെ തന്നെ മാഞ്ഞിയിലെ അയ്യപ്പ മന്ദിരത്തിൽ നടന്ന മോഷണവും കലന്തർ തന്നെ ചെയ്തതാണെന്ന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. 29 പവൻ സ്വർണവും അതോടൊപ്പം തന്നെ 1.5 ലക്ഷം രൂപ വില വരുന്ന വെള്ളി ആഭരണങ്ങളും 5000 രൂപയുമാണ് യുവ അഭിഭാഷകയുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച മോഷണം പോകുന്നത്. സമീപത്തെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയായിരുന്നു. അതിനിടയിൽ വീട്ടുകാർ മുഴുവൻ പോയ സമയത്താണ് വൈകിട്ട് 7 മണിയോടുകൂടിയുള്ള സമയത്ത് പ്രതി വീട്ടിൽ കയറി ഈ രീതിയിലുള്ള മോഷണം നടത്തിയത്.